സംസ്ഥാനത്തിൻ്റെ പദ്ധതി ചെലവുകളിൽ കടുംവെട്ടോ. കഴിഞ്ഞ ഓഗസ്റ്റിൽ തന്നെ ഗവൺമെൻറ് നടത്തിയ ഒരു പ്രഖ്യാപനമുണ്ട്. അതായത് പദ്ധതി ചെലവുകൾ 50% വെട്ടിക്കുറച്ചിരിക്കുന്നു. കടം വാങ്ങാനുള്ള മാർഗങ്ങളിൽ നിന്നൊക്കെ കടം വാങ്ങി അവസാനം കേന്ദ്ര ഗവൺമെൻറ് ഇടപെട്ട് കിഫ്ബി വഴിയും കേരള സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ ഫണ്ട് ലിമിറ്റഡ് വഴിയും എടുത്ത കടം കൂടി നമ്മുടെ ബജറ്റിനകത്തെടുക്കുന്ന കടത്തോട് കൂട്ടിച്ചേർത്തു. അതോടെ ഗവൺമെൻറ് വലിയ പ്രതിസന്ധിയിലായി. അപ്പോൾ പദ്ധതി ചെലവുകൾക്ക് വേണ്ടി കടമെടുക്കാം എന്ന് കരുതിയാൽ അതിനും വഴിയില്ലാത്ത ഒരവസ്ഥയിലെത്തി. അതിന് പ്രത്യേക ഒരു കാരണമുണ്ട്. അതായത് CAG 2023 മാർച്ച് 31 പുറത്തുവിട്ട അവരുടെ റവന്യൂ റിപ്പോർട്ട് അനുസരിച്ച് നമ്മൾ കടമെടുക്കുന്ന കേരളം കടമെടുക്കുന്നതിൻ്റെ 98% പലിശ കൊടുക്കാനാണ് ഉപയോഗിക്കുന്നത്. സാധാരണ കടമെടുക്കുന്നത് എന്തിനാണെന്നാണ് ബജറ്റ് പറയുന്നത്, കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്നതൊക്കെ കടമെടുക്കുന്നത് മൂലധന ചെലവിന് വേണ്ടിയായിരിക്കണമെന്നാണ്. അപ്പം നമുക്കിവിടെ മൂലധന ചെലവ് ധാരാളം കിടക്കുക. വിഴിഞ്ഞത്തിൻ്റെ അപ്രോച്ച് റോഡ് പോലെ, അതുപോലെ തന്നെയാണ് മറ്റ് ഒരുപാട് എവിടെ നോക്കിയാലും നമ്മുടെ ഇപ്പോൾ നമുക്കറിയാം ശബരിമല ട്രെയിൻ, അതുപോലെ എത്രയെത്ര പദ്ധതികളാണ് നാം പതിറ്റാണ്ടുകളായി പ്രഖ്യാപിച്ചിട്ട് ഒട്ടും നടക്കാതെ ഇരിക്കുന്ന പദ്ധതികളുണ്ട്. അപ്പോൾ അതിനൊക്കെ പദ്ധതി ചെലവുകൾ അത്യാവശ്യമാണ്. അങ്ങനെയുള്ള പദ്ധതി ചെലവുകൾക്ക് വേണ്ടി കടമെടുക്കാം. അതിൽ കാരണം എന്ന് വെച്ചാൽ ആ പദ്ധതികൾ പൂർത്തീകരിക്കുന്ന മുറയ്ക്ക് അതുവഴി നമ്മുടെ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് മെച്ചപ്പെടും, നമ്മുടെ വരുമാനം ആകെ വരും, കൂടുതൽ വ്യവസായങ്ങൾ വരും. അങ്ങനെയൊക്കെ ഒത്തിരി കാര്യങ്ങളുണ്ട്. ഇപ്പം ഈ അപ്രോച്ച് റോഡ്, വിഴിഞ്ഞത്തിൻ്റെ അപ്രോച്ച് റോഡ് തന്നെ പൂർത്തിയായിരുന്നെങ്കിൽ അതിൻ്റെ 1ാം ഘട്ടം പൂർത്തിയാകുന്ന മുറയനുസരിച്ച് തന്നെ ധാരാളം ബിസിനസ് ഈ തിരുവനന്തപുരം മേഖലയിൽ തന്നെ ഉണ്ടാകുമായിരുന്നു. ആ വളർച്ചയ്ക്കൊന്നും സാധ്യമാകുന്നില്ല. കാരണം അപ്രോച്ച് റോഡൊന്നും ഇതുവരെ റെഡിയായിട്ടില്ല. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ദുസ്ഥിതി കിടക്കുന്നത് കൊണ്ടാണ് എന്ത് സംഭവിക്കുന്നത്? കടമെടുക്കുന്നു, വലിയ തോതിൽ കടമെടുക്കുന്നു. അതായത് കിഫ്ബി വഴി കടമെടുക്കുന്നത് എന്തിനെന്നാണ് പറയുന്നത്? കേരള ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെൻറ്റ് ഫണ്ട് ബോർഡ് വഴി കടമെടുക്കുന്നത് ഇൻവെസ്റ്റ്മെൻറ്റിന് മാത്രം, ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെൻറ്റിന് മാത്രം എന്നാണ് പറയുന്നത്. അങ്ങനെ പറഞ്ഞാണ് അത് ബജറ്റിന് പുറത്താണ് എന്നും പറഞ്ഞൊക്കെ കടമെടുക്കുന്നത്. പക്ഷേ അങ്ങനെ ആകെ എടുക്കുന്ന കടത്തിൻ്റെ 98% നേരത്തെ എടുത്ത കടത്തിൻ്റെ പലിശ കൊടുക്കാനാണ് ഉപയോഗിക്കുന്നത് എന്ന് CAG കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ അടിവരയിട്ട് പ്രസ്താവിച്ചിരിക്കുന്നു. അങ്ങനെയുള്ള ഒരു സംസ്ഥാനത്താണ് ഇതുപോലെ ഈ പ്രതിസന്ധി എന്ന് പറയുന്നത്. അതായത് കടമെടുത്താൽ പോലും അത് ധന ചെലവിന് വേണ്ടി കിട്ടുന്നില്ല, മൂലധന ചെലവിന് വേണ്ടി കിട്ടുന്നില്ല, അതും പലിശ കൊടുക്കാൻ ഉപയോഗിക്കുന്നു. അത്ര ദുസ്ഥിതി ശരിക്കു പറഞ്ഞാൽ നമ്മുടെ സംസ്ഥാന സർക്കാരിനെയും ഖജനാവിനെയും ഒക്കെ നോക്കി നമ്മൾ മൂക്കത്ത് കൈവിരൽ വെച്ച് നാളെ നമ്മുടെ ഗതി എന്ത്, ഈ ഗവൺമെൻറ്റിൻ്റെ ഗതി എന്തെന്ന് നമ്മൾ അന്വേഷിക്കേണ്ട, പക്ഷെ നമ്മുടെ ഗതി എന്ത് എന്ന ഒരവസ്ഥ അതാണ് വരാൻ പോകുന്നത്. ഇപ്പോൾ അടിക്കടി വരുന്ന ഇലക്ട്രിസിറ്റി ബിൽ വർധനവ് ഹൈക്കോടതി തന്നെ ഇടപെട്ടിരിക്കുകയാണ്. ഈ തരത്തിലുള്ള വർധനവ് പാടില്ല. കാരണം ഹൈക്കോടതിക്കറിയാം ഇന്ത്യയിലെ മറ്റേതൊരു സംസ്ഥാനത്തേക്കാൾ ഉയർന്ന താരിഫ് കൊടുത്തുകൊണ്ടാണ് നാം ഇലക്ട്രിസിറ്റി ഉപയോഗിക്കുന്നത് എന്ന്. അപ്പോൾ അങ്ങനെയൊക്കെ ഏതൊക്കെ തരത്തിൽ നോക്കിയാലും അവിടെയൊക്കെ ബുദ്ധിമുട്ടിലാണ് മലയാളികൾ, അതായത് കേരളീയർ. അങ്ങനത്തെ ഒരു ഫിസ്ക്കൽ ക്രൈസിസ് നിലനിൽക്കുന്ന സമയത്താണ് ഗവൺമെൻറ് എന്ത് ചെയ്തിരിക്കുന്ന 50% പദ്ധതി ചെലവുകൾ വെട്ടിച്ചുരുക്കുന്നു എന്ന് ഓഗസ്റ്റ് മാസത്തിൽ തന്നെ പ്രഖ്യാപിച്ചു. ആ പ്രഖ്യാപനം നടപ്പിലാക്കി തുടങ്ങി. ഇപ്പോൾ അങ്ങനെ നടപ്പിലാക്കി തുടങ്ങിയപ്പോൾ ആദ്യം തന്നെ കാണുന്നത് എന്താണ്? തീരെ ദരിദ്ര വിഭാഗങ്ങൾക്ക് വേണ്ടി, അല്ലെങ്കിൽ സർവ്വസാധാരണക്കാർക്കും ദരിദ്ര വിഭാഗങ്ങൾക്കും വേണ്ടി ചെലവഴിക്കുന്ന പദ്ധതികൾ. അത് പലതും ക്ഷേമത്തിലേക്ക് നയിക്കുന്ന പദ്ധതികളാണ്. ഒന്നുകിൽ ഈ സാധാരണക്കാർക്ക് ജോലിയോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള വരുമാനമോ ഒക്കെ ഉണ്ടാക്കി കൊടുക്കുന്ന തരത്തിലുള്ള പദ്ധതികൾ. അത്തരം പദ്ധതികളിലാണ് വെട്ടിക്കുറവ് വരുത്തിയിരിക്കുന്നത്. അതാണ് കടുംവെട്ടോ എന്ന് ഞാൻ ചോദിക്കാൻ കാരണം. അപ്പോൾ ഒന്നാമത്തെ വെട്ടിക്കുറച്ചിരിക്കുന്നത് എവിടെയാണെന്ന് നോക്കുക. ഉൾനാടൻ മത്സ്യ ഗതാഗത വകുപ്പ് 70.8 കോടിയാണ് അതിനുവേണ്ടി ബജറ്റിൽ പറഞ്ഞിരുന്നത്. പക്ഷേ അത് ഇപ്പം 35.4 കോടിയാക്കി വെട്ടിച്ചുരുക്കി. ഇനി നമുക്ക് അറിഞ്ഞുകൂടാ അടുത്ത പാദം വരുമ്പോൾ, ഈ ധനവർഷത്തിൻ്റെ അടുത്ത പാദം വരുമ്പോൾ വീണ്ടും ഒരു 50% വെട്ടിക്കുറയ്ക്കൽ ഉണ്ടാകുമോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല.
ഏതായാലും ഇപ്പോൾ 50% കുറച്ചിരിക്കുന്നു. അപ്പോൾ ഈ വെട്ടിക്കുറവ് കൊണ്ട് എന്തൊക്കെയാണ് സംഭവിക്കുക? കുട്ടനാടൻ പാക്കേജ് പോലും നടപ്പിലാക്കാൻ പറ്റാത്ത അവസ്ഥ. കുട്ടനാടൻ പാക്കേജ് ഓർക്കണം, റൂം ഫോർ റിവർ എന്നൊക്കെ പറഞ്ഞ് 2018 പ്രളയത്തിന് ശേഷം മുഖ്യമന്ത്രി സ്വിറ്റ്സർലൻഡിലൊക്കെ പോയി അവിടുത്തെയൊക്കെ റൂം ഫോർ റിവറൊക്കെ എങ്ങനെയാണെന്നൊക്കെ കണ്ടുപിടിച്ച് കേരളത്തിൽ കൊണ്ടുവന്ന് അതുപോലെയുള്ള പദ്ധതി നടപ്പാക്കി കുട്ടനാടിന് വെള്ളത്തിൽ നിന്ന് കരകയറ്റും എന്നായിരുന്നു പറഞ്ഞത്. അങ്ങനെ കൊണ്ടുവന്ന പദ്ധതിയാണ് റൂം ഫോർ റിവർ പദ്ധതി. നമുക്കറിയാം, ഇപ്പോഴും 4 മഴ പെയ്താൽ കുട്ടനാടുകാർ വെള്ളത്തിലാണ്. കുട്ടനാട്ടിൽ നിന്ന് എന്തെങ്കിലും തരത്തിൽ ഒഴിഞ്ഞു പോകാൻ പറ്റുന്ന ജനങ്ങളെല്ലാം ഒഴിഞ്ഞു പോവുകയാണ്. അത്ര ഒരു ദുരവസ്ഥയിലാണ് കുട്ടനാടുകാർ. അപ്പോഴാണ് ആ പാക്കേജിന് വേണ്ടി കുറച്ച് പണ്ടെങ്കിലും ചെലവഴിക്കുമെന്ന് കരുതിയിരുന്ന അതും 50% ഇപ്പോൾ വെട്ടിക്കുറച്ചിരിക്കുന്നു. ഇനി അതുപോലെ തന്നെയാണ് നമുക്ക് രണ്ടാമത്തെ വെട്ടിക്കുറവ് എവിടെയാണ് വന്നിരിക്കുന്നത്? ഷിപ്പിംഗ് ആൻഡ് ഇൻലൻഡ് നാവിഗേഷൻ കോർപ്പറേഷൻ്റെ 7.64 കോടിയെ 3.82 കോടിയാക്കി വെട്ടിച്ചുരുക്കിയിരിക്കുന്നു. അതായത് ഗ്രാമീണ മേഖലയിലെ ജലഗതാഗത സംവിധാനങ്ങളെയാണ് ഇത് തടസ്സപ്പെടുത്തുക. ഗ്രാമീണ മേഖലയിലെ ജലഗതാഗത സംവിധാനങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കാൻ ബജറ്റിൽ പ്രഖ്യാപിച്ച തുകയാണ് ഇതുപോലെ 3.82 കോടിയായി തട്ടിക്കുറച്ചത്. ഇനി അതുപോലെ മൂന്നാമത് നോക്കാം. മൃഗസംരക്ഷണ വകുപ്പിൽ ലൈഫ് സ്റ്റോക്ക് ഡെവലപ്മെൻറ്റ് ബോർഡിൻ്റെ 27.8 കോടി 13.9 കോടിയായി കുറച്ചിരിക്കുന്നു. അതും 50% വെട്ടിക്കുറച്ചിരിക്കുന്നു. അപ്പോൾ ഈ മൃഗസംരക്ഷണ വകുപ്പ് എന്നൊക്കെ പറയുമ്പോൾ നമുക്കറിയാം, മിൽമ വഴിയായിട്ട് നാം ഉപയോഗിക്കുന്ന പാല് ഒക്കെ ഈ മൃഗസംരക്ഷണ വകുപ്പിന് കിട്ടുന്ന ആ ചേർത്തുപിടുത്തം കൂടി ചേർന്നിട്ടാണ് നമുക്കങ്ങനെ പാലൊക്കെ മിൽമ വഴി പാലും ഒക്കെ കിട്ടുന്നത്. അപ്പോൾ അതിനൊക്കെ തന്നെയാണ് ഇടിവ് സംഭവിക്കുക ഈ വെട്ടിക്കുറവ് മൂലം. ഇനി നാലാമത്തെ നോക്കാം. ആട് വളർത്തൽ, തീറ്റപ്പുൽ മേഖലയിലെ ഗവേഷണം. അതായത് ഏറ്റവും നല്ല തീറ്റപ്പുൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാലുൽപാദനക്ഷമത വർദ്ധിപ്പിക്കുന്ന തരത്തിലുള്ള തീറ്റപ്പുൽ കൃഷി. അത് ഏത് തരത്തിലുള്ള തീറ്റപ്പുല്ലാണ് എന്നൊക്കെ കണ്ടുപിടിക്കാനുള്ള ഗവേഷണം. കുടുംബശ്രീയുമായി ചേർന്ന് കന്നുകാലി വളർത്തൽ, ഇങ്ങനെയൊക്കെയുള്ള പദ്ധതികൾ. അപ്പോൾ അത് സർവ്വസാധാരണ കുടുംബശ്രീയിൽ പ്രവർത്തിക്കുന്നവർ തന്നെ സാധാരണക്കാരായ സ്ത്രീകളാണ്. അപ്പം അവരോട് ഒപ്പം നിൽക്കുന്ന ഗ്രാമീണ ജനങ്ങളാണ് അവരോട് ചേർന്ന് കന്നുകാലി വളർത്തലും ഒക്കെ നടത്തുന്നത്. അപ്പോൾ അതിനു വേണ്ടി, അതായത് കുടുംബശ്രീക്കും ഇത്തരം കർമ്മങ്ങൾക്കും വേണ്ടി ബജറ്റിൽ കൊള്ളിച്ചിരിക്കുന്ന തുകയിലും 50% വെട്ടിക്കുറയ്ക്കലാണ് നടത്തിയിരിക്കുന്നത്. അതുപോലെ അഞ്ചാമതൊരു ഐറ്റം, കാലിത്തീറ്റ വില നിയന്ത്രണം ലക്ഷ്യമിട്ടുള്ള കേരള ഫീഡ്സിനുള്ള 11.2 കോടി 5.6 കോടിയാക്കി. അതായത് കേരള ഫീഡ്സ്, അല്ലെങ്കിൽ കേരള ഫീഡ്സ് എന്ന് പറഞ്ഞ ഒന്നില്ലെങ്കിൽ കേരളത്തിൽ നമുക്ക് വിൽക്കപ്പെടുന്ന കാലിത്തീറ്റ, എല്ലാത്തരം കാലിത്തീറ്റകളും കോഴിത്തീറ്റകളും എല്ലാത്തരം തീറ്റകളും അതിഭയങ്കരമായിട്ട് വിലയായിരിക്കും. അതുപോലെ അത്ര പുവർ ക്വാളിറ്റി ആയിരിക്കും. തിന്ന് ചത്തുപോകാം മൃഗങ്ങളും പക്ഷികളും. ആ തരത്തിൽ മോശം ക്വാളിറ്റിയും ഉയർന്ന വിലയും ഈടാക്കുന്ന തരത്തിലുള്ള ഫീഡ്സ് ആയിരിക്കും ഉൽപ്പാദിപ്പിച്ച് ഇവിടെ വിപണിയിൽ ഇറക്കുക. അതിനെ പ്രതിരോധിക്കാനായിട്ട്, അതായത് കേരള സർക്കാരിൻ്റെ തന്നെ ഒരു കേരള ഫീഡ്സ് ഉണ്ടെങ്കിൽ അതിനോട് കടപിടിക്കത്തക്ക രീതിയിലുള്ള ക്വാളിറ്റിയിൽ ഉൽപ്പന്നങ്ങൾ ഇവിടെ കൊണ്ടുവരും. അതുകൊണ്ട് അപകടം ഉണ്ടാവുകയില്ല. അതൊക്കെ വിചാരിച്ചാണ് കേരള ഫീഡ്സിൻ്റെ പ്രവർത്തനം തുടങ്ങിയത്. അപ്പോൾ അതിനുവേണ്ടി വകയിരുത്തിയിരുന്ന 11.2 കോടിയിൽ നിന്ന് 5.6 കോടിയാക്കി അതും കുറച്ചിരിക്കുന്നു. ഇനി മറ്റൊന്ന്, ക്ഷീരവികസന വകുപ്പിൻ്റെ ബജറ്റ് വിഹിതം 103.81 കോടിയായിരുന്നു ക്ഷീരവികസന വകുപ്പിന് ബജറ്റിൽ വകയിരുത്തിയിരുന്ന തുക. അതായത് ബജറ്റിൽ വകയിരുത്തുമ്പോൾ നമ്മൾ ഓർക്കും, ഇത്രയും കിട്ടിയല്ലോ എന്ന്. എപ്പോൾ ബജറ്റിൽ വകയിരുത്തിയാലും അത് വകയിരുത്തൽ, അത് പ്രതീക്ഷയാണ്. സംസ്ഥാന ഗവൺമെൻറ്റിലേക്ക് വരുന്ന പണത്തിൻ്റെ തോതനുസരിച്ച് ഇത് കുറയാം. അതായത് സംസ്ഥാന സർക്കാർ ധനപ്രതിസന്ധിയിലായാൽ ഓരോ വകുപ്പിനും പ്രഖ്യാപിച്ചിരിക്കുന്ന തുക കുറയും. നേരെ മറിച്ച് ധനപ്രതിസന്ധിയൊക്കെ മാനേജ് ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റുമെങ്കിൽ മാത്രം ആ പ്രഖ്യാപിച്ചിരിക്കുന്ന തുക കൃത്യമായിട്ട് കൊടുത്തെന്നിരിക്കും. അപ്പോൾ അത് ബജറ്റിൽ പറഞ്ഞു എന്ന കാരണം കൊണ്ട് മാത്രം ഏതെങ്കിലും ഒരു വകുപ്പിന് വികസനമുണ്ടായി എന്ന് നാം തെറ്റിദ്ധരിക്കരുത്. ബജറ്റിൽ പറഞ്ഞത് കൃത്യമായിട്ട് ആ വകുപ്പിൽ എത്തിയോ, ആ വകുപ്പിന് അത് ചെലവഴിക്കാൻ പറ്റിയോ എന്നൊക്കെ ഉള്ളത് വളരെ അത്യാവശ്യമായിട്ട്
വിലയിരുത്തിയതിന് ശേഷമേ ആ വകുപ്പിൻ്റെ പ്രവർത്തനക്ഷമതയെ നമുക്ക് വിലയിരുത്താൻ ഒക്കുകയുള്ളൂ. അപ്പോൾ ഇപ്പോൾ അവിടെ കൊടുത്തിരുന്ന അതും വെട്ടിക്കുറച്ചു. 103.81 കോടി ഉണ്ടായിരുന്നത് 54.93 കോടിയാക്കി. ക്ഷീര വികസന വകുപ്പിൻ്റെ പദ്ധതി ചെലവാണ് ഈ പറഞ്ഞ കണക്ക് 50% വെട്ടിക്കുറച്ചിരിക്കുന്നത്. ഇനി അതുപോലെ ഇതുകൊണ്ട് ആർക്കൊക്കെയാണ് പറ്റുക എന്ന് നോക്കാം നമുക്ക്. ഇത് ക്ഷീര സഹകരണ സംഘങ്ങൾക്കുള്ള സഹായം ഇതിൽ നിന്നാണ് വരേണ്ടത്. വയനാട്ടിലെ ക്ഷീര വികസന സഹായം അത് ഇതിൽ നിന്നാണ് വരേണ്ടത്. തീറ്റപ്പുൽ കൃഷി വികസനം അതും ഇവിടെ നിന്നാണ്. അതുപോലെ ഗുണനിലവാരമുള്ള പരിശോധനാ ലാബുകൾ, അതായത് ഭക്ഷ്യ ഗുണനിലവാര പരിശോധനാ ലാബുകൾ, ഗുണനിലവാരമുള്ള ലാബുകൾ അവ നടപ്പിലാക്കുക എന്നൊക്കെയുള്ള ഉദ്ദേശത്തിന് വേണ്ടിയാണ് ഈ 103.81 കോടി ബജറ്റിൽ പ്രഖ്യാപിച്ചിരുന്നത്. അതാണ് ഇപ്പോൾ 54.93 കോടിയിലേക്ക് ചുരുങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഈ പറയപ്പെട്ട മേഖലകളിലൊക്കെ അവിടെ ജോലി ചെയ്യുന്നവരുടെ ശമ്പളവും ഒക്കെ കൊടുക്കാനുള്ളതേ കാണുള്ളൂ ഈ എമൗണ്ട്. ഒരു വികസന പദ്ധതിയും നടപ്പാക്കാൻ ഒക്കുകയില്ല. തൽസ്ഥിതി തുടരും. തൽസ്ഥിതി മെച്ചപ്പെടുത്താനുള്ള ഒരു പ്രോഗ്രാമും ഉണ്ടാവില്ല. അതാണ് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇനി അതുപോലെ തന്നെ ഇതിൽ വരുന്നതാണ് ഈ 103 കോടി പ്രോജക്റ്റ് 54 ചുരുക്കിയതിൽ വരുന്നതാണ് പശുത്തൊഴുത്ത് നിർമ്മാണം. പാവപ്പെട്ടവർക്ക് പശുത്തൊഴുത്ത് നിർമ്മാണം ഒന്നും എളുപ്പമല്ല. ഇപ്പോൾ വയനാട് പോലെയുള്ള മേഖലകളിലൊക്കെ ആണെങ്കിൽ കരടി, പുലി, പിന്നെ നമുക്കറിയാം ഇടുക്കി, വയനാട്, ഈവൻ പത്തനംതിട്ട, ഈവൻ തിരുവനന്തപുരം എന്താ സംഭവിക്കുക? അടച്ചുറപ്പില്ലാത്ത തൊഴുത്തിലാണ് നമ്മുടെ വളർത്തുമൃഗങ്ങളെ പാർപ്പിച്ചിരിക്കുന്നത് എങ്കിൽ പുലിയോ കരടിയോ ഒക്കെ കയറി രാത്രി കാലങ്ങളിൽ തന്നെ കശാപ്പ് ചെയ്ത് തിന്നു പോകുന്ന അവസ്ഥയുണ്ട്. അപ്പോൾ അവർക്കൊക്കെ നല്ല തൊഴുത്ത്, അടച്ചുറപ്പുള്ള തൊഴുത്ത്, നമ്മൾ മനുഷ്യർ താമസിക്കുന്നത് പോലെ തന്നെ അടച്ചുറപ്പുള്ള തൊഴുത്ത് വേണം അവർക്ക്. അപ്പോൾ അങ്ങനെയുള്ള സഹായങ്ങളൊക്കെ ചെയ്യുന്നതിൽ നിന്നും ഗവൺമെൻറ് മുഖം തിരിക്കേണ്ടി വരും ഈ പദ്ധതി ചെലവിലെ ഈ വെട്ടിക്കുറവ് കാരണം കൊണ്ട്. അപ്പോൾ അങ്ങനെ ഈ ക്ഷീരവികസന മേഖലയിൽ തന്നെയുള്ള 12 പദ്ധതികൾക്കാണ് ഈ വെട്ടിക്കുറവ് മൂലം ബുദ്ധിമുട്ടുണ്ടാകുന്നത്. അപ്പം നമുക്കങ്ങനെ ഇനി അതുപോലെ 7ാമതൊന്ന് നോക്കണേ, K-ഫോൺ. അതായത് നമുക്കറിയാം കോവിഡിൻ്റെ സമയത്തൊക്കെ ആദിവാസി മേഖലകളിലൊക്കെ മരത്തിൻ്റെ മുകളിൽ കയറിയിരുന്നായിരുന്നു കുട്ടികൾ ക്ലാസ്സസ് ലിസൺ ചെയ്യുന്നത്. കാരണം താഴെയൊന്നും റേഞ്ച് കിട്ടില്ല. അപ്പോൾ അതൊക്കെ പരിഹരിച്ച് K-ഫോൺ സൗകര്യം എല്ലാ മേഖലകളിലേക്കും എത്തിച്ചു കൊടുക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് K-ഫോണിന് വേണ്ടി പറഞ്ഞിരിക്കുന്ന 16.40 കോടി പറഞ്ഞത് 5.45 എന്ന് വെച്ചാൽ 1/3 വെട്ടിക്കുറയ്ക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അപ്പം നമുക്ക് ചോദിക്കാൻ തോന്നും, ഈ ആദിവാസി മേഖലകളിലേക്കൊക്കെയുള്ള എമൗണ്ട് 1/3 വെട്ടിച്ചുരുക്കി എന്ന് പറയുന്നത്, മറ്റതൊക്കെ 50% വെട്ടിച്ചുരുക്കിയപ്പോൾ ഇവിടെ 33% വെട്ടിച്ചുരുക്കി എന്ന് പറയുമ്പോൾ അതും നീതിയാണോ, അതെയോ നീതിരാഹിത്യമാണോ? ഇതാണോ ട്രൈബൽസിനെയും അങ്ങനെയുള്ള തീരെ താഴ്ന്ന വരുമാനക്കാരെയും ചേർത്ത് പിടിക്കുന്ന രീതി എന്നൊക്കെ നമ്മൾ ചോദിച്ചു പോകും, ചോദിക്കണം. അത് നമ്മുടെ ഉത്തരവാദിത്തം കൂടിയാണ്. കുറച്ചും കൂടി നാവുള്ളവർ, വിദ്യാഭ്യാസമുള്ളവർ, പൗരബോധമുള്ളവർ ഈ പൗരബോധമില്ലാത്ത പാവപ്പെട്ടവർക്ക് വേണ്ടി ഒരുപക്ഷെ ലിറ്ററസി ഉണ്ടെങ്കിൽ പോലും കാര്യമായി ലിറ്ററേറ്റ് അല്ലാത്തവർക്ക് വേണ്ടി ചോദിക്കാൻ ഉത്തരവാദിത്തമുള്ളവരാണ്. അത് നമ്മുടെ ഉത്തരവാദിത്തമാണ് എന്ന് വിചാരിച്ച് റെസ്പോണ്ട് ചെയ്താൽ മാത്രമേ ക്ഷേമ സംസ്ഥാനം എന്ന ഒരു അവസ്ഥയിലേക്ക് നമുക്ക് പിച്ച വെച്ച് നടക്കാനെങ്കിലും പറ്റുകയുള്ളൂ. അപ്പോഴും നമ്മൾ ഓർക്കണം ഒരു കാര്യം, ഇതൊക്കെ വെട്ടിച്ചുരുക്കി. അപ്പം നമ്മൾ നേരത്തെ കഴിഞ്ഞ ആഴ്ചയിലൊക്കെ ഇവിടെ മാധ്യമങ്ങളൊക്കെ ശക്തമായിട്ട് പ്രതികരണം നടത്തിയ ഒന്നാണ് ക്ഷേമ പെൻഷനുകളുടെ കാര്യം. നമുക്കിപ്പോഴും എത്രയോ ഗഡു ക്ഷേമ പെൻഷൻ 1600 രൂപയുള്ള സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കൊടുക്കാനുണ്ട്, ഗഡുക്കൾ ബാക്കി കിടക്കുകയാണ്. പക്ഷേ അതേ സമയത്ത് തന്നെ 9201 സംസ്ഥാന സർക്കാർ ജീവനക്കാർ തന്നെ 1600 രൂപയുടെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കൂടി വാങ്ങുന്നു. 2 ഒന്നിച്ച് വാങ്ങുന്നു. അതായത് ശമ്പളം വാങ്ങുന്നു, അതിൻ്റെ കൂടെ ഇതിനെ നമുക്ക് കിമ്പളം എന്ന് വിളിക്കാമല്ലേ. ഇത് അർഹതയില്ലാതെ മേടിക്കുന്നതാണ്. അപ്പോൾ അവരെയൊക്കെ പിരിച്ചു വിടണമെന്ന് നമുക്ക് സന്തോഷപൂർവ്വം അഭ്യർത്ഥിക്കാവുന്നതാണ് ഗവൺമെൻറ്റിനോട്. അത് ചെയ്യാണ് ഗവൺമെൻറ് എങ്കിൽ ശരി, ഗവൺമെൻറ് ചെയ്ത ഒരു ശരി എന്ന് നമുക്ക് കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യാം. അതുപോലെ തന്നെ മരിച്ചുപോയവർ വീണ്ടും പെൻഷൻ വാങ്ങുന്നു. ഒരേ സമയത്ത് ഒന്നിലധികം പെൻഷൻ മേടിക്കുന്നവർ ഈ സർക്കാർ ജീവനക്കാരുടെ മാത്രമല്ല, മരിച്ചുപോയവരുടെയുമല്ല, അല്ലാതെ തന്നെ വിധവാ പെൻഷൻ വിവാഹം കഴിഞ്ഞും വാങ്ങുന്നവർ,
അതുപോലെ തന്നെ പല തരത്തിലുള്ള പെൻഷനുകളൊക്കെ വാങ്ങിച്ച് ഒന്നിച്ച് ഒരേ സമയത്ത് തന്നെ അതൊക്കെ കണ്ടുപിടിക്കാൻ കാര്യക്ഷമത വേണം. ഈ കാര്യക്ഷമത ഇല്ലായ്മയ്ക്ക് ഉത്തരം കണ്ടെത്തിയാൽ തന്നെ നമ്മുടെ ഗവൺമെൻറ്, നമ്മുടെ സംസ്ഥാനം വളർച്ചയിലേക്ക് കുതിക്കുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇനി കാര്യക്ഷമതയെപ്പറ്റി പഠിക്കാൻ ഭരണപരിഷ്കാര കമ്മീഷൻ അമേരിക്കയിലൊന്നും പോകണ്ട. അമേരിക്കയിൽ ഇരുന്നു കൊണ്ട് 2019 നോബൽ പ്രൈസ് വാങ്ങിയ ഇന്ത്യക്കാരൻ ബംഗാളിയായ അഭിജിത്ത് ബാനർജി എഴുതിയ 2019 എഴുതിയ ഒരു പുസ്തകമുണ്ട്. അതിനല്ല അദ്ദേഹത്തിന് നോബൽ പ്രൈസ് കിട്ടിയത്. നോബൽ പ്രൈസ് കിട്ടിയതിന് ശേഷം 2019 ഇന്ത്യയുടെ ജനറൽ ഇലക്ഷൻ വരുന്നതിന് മുൻപ് അദ്ദേഹത്തെ ഇവിടുത്തെ എല്ലാ പാർട്ടിക്കാരും, BJPക്കാരും കോൺഗ്രസ്സുകാരും ഒക്കെ അപ്രോച്ച് ചെയ്തിട്ടുണ്ടാവും ഉപദേശം കേൾക്കാനായിട്ട്. അപ്പോൾ അദ്ദേഹം ഇന്ത്യക്ക് വേണ്ടി എഴുതിയ വാട്ട് ദ ഇക്കോണമി നീഡ്സ് നൗ, അഭിജിത്ത് ബാനർജിയുടെ വാട്ട് ദ ഇക്കോണമി നീഡ്സ് നൗ എന്ന ഗ്രന്ഥം വായിക്കുക. അതിനകത്ത് പറയുന്നുണ്ട് 5 വർഷ ശമ്പള പരിഷ്കരണം നടത്തിയല്ല അമേരിക്കയിൽ കാര്യക്ഷമതയെ പ്രോത്സാഹിപ്പിക്കുന്നത്. കാര്യക്ഷമതയുള്ളവർക്ക് ഇൻക്രിമെൻ്റ്, പ്രമോഷൻ ഇതൊക്കെ കൊടുക്കുന്നു. കാര്യക്ഷമതയില്ലാത്തവരെ പിരിച്ചയക്കുന്നു എന്ന പുസ്തകത്തിൽ പറയുന്നില്ല. പക്ഷേ സ്ഥാനക്കയറ്റമോ ഇൻക്രിമെൻറ്റോ ഒന്നുമില്ലെന്ന് വരുമ്പോൾ സാധാരണ രീതിയിൽ നാണമുണ്ടെങ്കിൽ ഇറങ്ങിപ്പോകും സർവീസിൽ നിന്ന്, വേറെ എവിടെയെങ്കിലും പോയി ഉപജീവനം നടത്തും. അങ്ങനെ കാര്യക്ഷമതയോട് ഉള്ളവർക്ക് മാത്രം കൊടുക്കേണ്ട കാര്യങ്ങൾ എല്ലാ 5 വർഷവും വെറുതെ നീട്ടിക്കൊടുക്കരുത്. അങ്ങനെ നീട്ടിക്കൊടുക്കുമ്പോൾ സീറ്റിലിരുന്ന് ഉറങ്ങുന്നവരും സ്മാർട്ട് ഫോൺ കളിക്കുന്നവരും എല്ലാം വളരെ സന്തുഷ്ടരായിരിക്കും. പക്ഷേ പുറത്ത് നിൽക്കുന്ന ജനങ്ങൾ, ഇവരിൽ നിന്ന് കിട്ടേണ്ട സേവനങ്ങൾക്ക് ചെവി ഓർത്തിരിക്കുന്നവർ, അവർ കല്ലെറിയും സർക്കാരിനെയും ഈ സർക്കാർ ജീവനക്കാരെയും. അതിന് ഇടവരുത്താതെ സ്വന്തം ധർമ്മം നല്ലവണ്ണം ചെയ്യുക. അതിന് വേണ്ടിയിട്ട് അഭിജിത്ത് ബാനർജി അമേരിക്കൻ സിസ്റ്റത്തിൽ എങ്ങനെയാണ് എഫിഷ്യൻസിയെ പ്രൊമോട്ട് ചെയ്യുന്നത് എന്ന് കാണിക്കുന്ന അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥമാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച വാട്ട് ദ ഇക്കോണമി നീഡ്സ് നൗ. അഭിജിത്ത് ബാനർജിക്കറിയാം ഈ പറയപ്പെട്ട കാര്യക്ഷമത വർദ്ധിപ്പിക്കാനുള്ള ഒരു ഒറ്റമൂലി പോലും ഇന്ത്യയിലോ കേരളത്തിലോ ഇല്ലെന്ന്. ഇവിടെ സർവീസിൽ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ സുഖഭിക്ഷമായിട്ട് പിന്നെ ജീവിതം വിശ്രമമാക്കി മാറ്റുന്ന ഉദ്യോഗസ്ഥരാണ് ഒരുപാട് പേര്. എല്ലാവരെയും ഞാൻ ആക്ഷേപിക്കുന്നില്ല. 20% പേരെങ്കിലും, ഈവൻ കോളേജ് അധ്യാപകരുടെ കൂട്ടത്തിലും 20% പേരെ നന്നായിട്ട് പഠിപ്പിക്കുന്നവരുള്ളൂ. ഞാൻ എന്നോ പഠിച്ച കാര്യങ്ങൾ മാത്രം പഠിപ്പിക്കാനാണെങ്കിൽ എന്നെ ഒരു നല്ല അധ്യാപികയായിട്ട് ആർക്കും കാണാൻ ഒക്കില്ല. എപ്പോഴാണ് ഞാനൊരു നല്ല അധ്യാപികയാകുന്നത്? ആ രംഗത്ത് വരുന്ന പുത്തൻ ഉണർവുകൾ കൃത്യമായി മനസ്സിലാക്കി എൻ്റെ വിദ്യാർത്ഥികളിലേക്ക് പകരുമ്പോഴാണ് ഞാനൊരു നല്ല അധ്യാപികയാവുക. അതുപോലെ തന്നെ അപ്പോഴപ്പോൾ നീക്കേണ്ട ഫയലുകൾ കൃത്യമായിട്ട് നീക്കുകയും വരുത്തേണ്ട പരിഷ്കരണങ്ങൾ എന്തൊക്കെയെന്ന് മേധാവിയുടെ അടുത്ത് ഡിസ്കസ് ചെയ്യുകയും ചെയ്യാൻ തയ്യാറും തൻ്റെ ഇടവുമുള്ളവരാണ് നല്ല ഉദ്യോഗസ്ഥർ. നല്ല മേധാവി ആരാണ്? സർക്കാരുമായിട്ട് അല്ലെങ്കിൽ ആ വകുപ്പിൻ്റെ മന്ത്രിയുമായിട്ട് വസ്തുനിഷ്ഠമായിട്ട് എന്താണ് ഇവിടെ ഈ വകുപ്പിൽ വേണ്ടത്, വളർച്ചയ്ക്ക് ഇവിടുത്തെ പോരായ്മകൾ എങ്ങനെ പരിഹരിക്കാം, ഇവിടെ പിരിച്ചെടുക്കേണ്ട നികുതിയേതര വരുമാനം എങ്ങനെ പിരിച്ചെടുക്കാം, ഇവിടെ കള്ള ആധാർ കൊണ്ട് നികുതി വെട്ടിക്കുന്നവനെ എങ്ങനെ പിടികൂടാം, ഇത്തരം കാര്യങ്ങളെപ്പറ്റി ധനമന്ത്രിയുമായിട്ട് കൂലങ്കഷമായി ചർച്ച ചെയ്ത് അതിനുവേണ്ട നടപടികൾ എടുക്കുന്ന ആ കാര്യക്ഷമത, അതൊക്കെയാണ് അദ്ദേഹം, അതായത് അഭിജിത്ത് ബാനർജി തൻ്റെ വാട്ട് ദ ഇക്കോണമി നീഡ്സ് നൗ എന്ന ഗ്രന്ഥത്തിലൂടെ നമ്മളോട് പറയുന്നത്.